മസ്ജിദ് അൻ-നബവിയാണ് നമ്മുടെ റസൂലുള്ളാഹിയുടെ മസ്ജിദ് എന്ന പേരിലും അറിയപ്പെടുന്നത്. മദീനയിൽ നമ്മുടെ റസൂലുള്ള പണിത ആരാധനാലയമാണ് മസ്ജിദ് അൻ-നബവി. മസ്ജിദ് അൽ ഹറം കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അടുത്ത പുണ്യഭൂമിയാണ് മസ്ജിദ് അൻ-നബവി. നമ്മുടെ ഇക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ മസ്ജിദ് അൻ-നബവി നമ്മുടെ റസൂലുള്ളാഹിയുടെ റൗള വരെ ആദ്യമായി വിപുലീകരിച്ചത് ഖലീഫ അൽ വലീദ് ഒന്നാമന്റെ ഖിലാഫത്ത് ഘട്ടത്തിലായിരുന്നു. നമ്മുടെ റസൂലുള്ളാഹിയുടെ വസതിയോട് ചേർന്നാണ് മസ്ജിദ് അൻ-നബവി നിലനിന്നിരുന്നത്. ക്രിസ്തുവർഷം 622 മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള പലായനം ചെയ്തതു മുതൽ ഈ വസതിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ റസൂലുള്ള സ്വന്തം കരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ലോകത്തെ ഏതൊരു പള്ളിയും ഈ പള്ളിയുടെ നിർമ്മാണ ഘടന അവലംബിച്ചാണ് പിന്നീട് നിർമ്മിക്കപ്പെട്ടതും ഇന്നും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. റസൂലുള്ള തന്റെ സ്വഹാബക്കൾക്ക് ഇസ്ലാം ധാർമ്മിക മൂല്യങ്ങൾ വിവരിച്ചു കൊടുത്തതും ഈ മസ്ജിദിൽ വെച്ചായിരുന്നു. ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ നീതി നിർവഹണ കേന്ദ്രവും ആദ്യത്തെ സർവകലാശാലയും ഈ മസ്ജിദ് തന്നെയായിരുന്നു. ധാർമ്മിക മൂല്യങ്ങളുടെ പഠനത്തിനു വേണ്ടി ഒരു തറ അഥവാ ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ മദ്രസ ഈ പള്ളിയോട് ചേർന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ഖലീഫമാർ പിന്നീട് ഈ മസ്ജിദ് വിപുലീകരിക്കുകയും അലങ്കരിക്കുകയും ചെയ്തു. 1909 അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം വൈദ്യുതീകരിക്കപ്പെട്ട കെട്ടിടം ഈ മസ്ജിദായിരുന്നു. ഈ മസ്ജിദും മസ്ജിദ് അൽ ഹറാമും ഇന്ന് ഒരു പ്രത്യേക ഭരണകേന്ദ്രത്തിന്റെ തന്നെ ചുമതലയിലും നിയന്ത്രണത്തിലുമാണ് നിലകൊള്ളുന്നത്. പച്ച നിറമുള്ള കുബ്ബയോടുകൂടിയ റൗളയാണ് ഈ മസ്ജിദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ റസൂലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഈ മസ്ജിദിന്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ പത്നിയായ ആയിഷ ബീവിയുടെ വസതിയായിരുന്നു ഒരു കാലത്ത് ഈ സ്ഥലം. ക്രിസ്തുവർഷം 1279 റസൂലിന്റെ റൗലക്ക് മുകളിൽ മരം കൊണ്ടുള്ള ഒരു കുബ്ബ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് ഈ കുബ്ബ 15-ാം നൂറ്റാണ്ടിൽ പലതവണയും 1817 ഒരു തവണയും പുനർനിർമ്മിക്കപ്പെട്ടു. ഈ കുബ്ബയ്ക്ക് ആദ്യമായി പച്ച നിറം പൂശിയത് 1837 പിന്നീടത് പച്ചക്കുബ്ബ എന്ന പേരിലും അറിയപ്പെട്ടു. പഴയ മദീന പട്ടണത്തിന്റെ കേന്ദ്രത്തിലാണ് മസ്ജിദ് അൻ-നബവി സ്ഥിതി ചെയ്യുന്നത്. മക്കയിൽ ഹജ്ജ് നിർവഹിക്കാനെത്തുന്ന മിക്ക ഹാജിമാരും ഈ മസ്ജിദും സന്ദർശിക്കുന്നു. മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ പുണ്യകേന്ദ്രമായ ഈ മസ്ജിദ് ഒരു നിമിഷം പോലും അടച്ചിടാറില്ല. ക്രിസ്തുവർഷം 622 മുതൽ നമ്മുടെ റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വേളയിൽ താമസിച്ച വസതിയോട് ചേർന്നാണ് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്. മണ്ണുകൊണ്ടും ഈത്തപ്പന കൊണ്ടും ഓല കൊണ്ടുമാണ് ഈ മസ്ജിദ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരു ഉയർന്ന തറ ഉണ്ടായിരുന്നു. 115 അടി നീളവും 98 അടി വീതിയുമുള്ള ചതുരാകൃതിയിലായിരുന്നു ഈ മസ്ജിദ്. 6.5 അടി ഉയരത്തിൽ മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ചുമരായിരുന്നു ചുറ്റും. ഈ ചുമരുകളിൽ 3 കവാടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബാബ് റഹ്മ അഥവാ കാരുണ്യത്തിന്റെ കവാടം തെക്കുവശത്തായിരുന്നു. ബാബ് ജിബ്രീൽ അഥവാ ജിബ്രീലിന്റെ കവാടം പടിഞ്ഞാറത്തും ബാബ് അൻ നിസാ അഥവാ സ്ത്രീകൾക്കുള്ള കവാടം കിഴക്കുവശത്തുമായിരുന്നു. പിന്നീട് നിർമ്മിക്കപ്പെട്ടതും ഇന്നും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ലോകത്തിലെ എല്ലാ പള്ളികളുടെയും ഘടന ഈ മസ്ജിദ് അൻ-നബവിയുടെ ഘടന തന്നെയാണ്. ഈ മസ്ജിദിന്റെ തെക്കുവശത്തെ ചുമരിൽ നമ്മുടെ റസൂലുള്ള മിഹ്റാബ് അടപ്പെടുന്നു. ജെറൂസലമിലെ മസ്ജിദ് അൽ അഖ്സയുടെ അഥവാ ബൈത്തുൽ മുഖദ്ദസിന്റെ ദിശ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ മിഹ്റാബ്. മസ്ജിദ് അൽ ഹറാം മുസ്ലിങ്ങളുടെ ഖിബിലയായി സർവതന്ത്രജ്ഞനായ അള്ളാഹു പ്രഖ്യാപിച്ചപ്പോൾ മസ്ജിദ് അൻ-നബവിയിലെ മിഹ്റാബ് തെക്കുവശത്തെ ചുമരിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ റസൂലുള്ളാഹിയുടെ അനുചരന്മാരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിജ്റ 7-ാം വർഷം മസ്ജിദും വിപുലീകരിക്കപ്പെട്ടു.
11,270 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിന്ന് 25,920 ചതുരശ്ര അടി വിസ്തീർണത്തിലേക്ക് പുനർനിർമ്മിക്കപ്പെട്ടു. മസ്ജിദിന്റെ ചുമർ 6.5 അടിയിൽ നിന്ന് 11 അടിയിലേക്ക് ഉയർത്തപ്പെട്ടു. 35 തൂണുകൾ പള്ളിക്കകത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. റസൂലുള്ളയുടെ 1-ാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ മസ്ജിദ് പഴയ നിലയിൽ തന്നെ തുടർന്നു. 2-ാം ഖലീഫയായ ഉമർ അൽ ഫാറൂഖിന്റെ ഖിലാഫത്ത് കാലത്ത് 2,475 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിന്ന് 3,575 ചതുരശ്ര മീറ്ററിലേക്ക് വിപുലീകരിക്കപ്പെടുകയും മരം കൊണ്ടുള്ള കൂടുതൽ തൂണുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. 3-ാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖിലാഫത്ത് കാലത്ത് കമാനങ്ങൾ നിർമ്മിക്കുകയും കുമ്മായം തീക്കുകയും ചെയ്തു. മരത്തിന്റെ തൂണുകൾ മാറ്റുകയും കല്ലുകൊണ്ട തൂണുകൾ നിർമ്മിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 16-ാം നൂറ്റാണ്ടിലെ ഉസ്മാനിയ സുൽത്താൻമാരുടെ ഭരണമാണ് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 1017 മുതൽ 1-ാം ലോക മഹായുദ്ധം വരെ മദീന ഉസ്മാനിയ ഖലീഫമാരുടെ അധീനതയിലായിരുന്നു. ഈ ഖലീഫമാരിൽ പ്രശസ്തനായിരുന്ന സുൽത്താൻ സുലൈമാനാണ് 1520-നും 1566-നും ഇടയിൽ മസ്ജിദിന്റെ പടിഞ്ഞാറേ ചുമരും കിഴക്കേ ചുമരും പുതുക്കി പണിതത്. വടക്ക് കിഴക്ക് മൂലയിൽ മിനാരം പണിയുകയും ചെയ്തു. സുലൈമാനിയ എന്ന പേരിലാണ് ഈ മിനാരം അറിയപ്പെട്ടിരുന്നത്. അൽ ഷാഫിയ എന്ന മിഹ്റാബിന് തൊട്ടടുത്ത് അൽ അഹ്നാഫ് എന്ന പേരിൽ മറ്റൊരു മിഹ്റാബ് പണിയുകയും ചെയ്തു. ഈയം കൊണ്ട് പുതിയ കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. സുൽത്താൻ അബ്ദുൽ മജീദിന്റെ കാലമായ 1839-നും 1861-നും ഇടയിൽ കുബ്ബയും 3 മിഹ്റാബും മിമ്പറും സുലൈമാനിയ മിനാരവും ഒഴിച്ച് മസ്ജിദ് അൻ-നബവിയുടെ മറ്റെല്ലാ ഭാഗവും സമ്പൂർണ്ണമായി പുനർനിർമ്മിക്കപ്പെട്ടു. വടക്ക് ഭാഗത്ത് വുളൂ ചെയ്യാനുള്ള വിശാലമായ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടു. തെക്ക് ഭാഗത്തെ നമസ്കാര സ്ഥലം ഇരട്ടിയായി വികസിപ്പിച്ചു. തുല്യ വലിപ്പമുള്ള ഒരുപാട് താഴികക്കുടങ്ങളാൽ മസ്ജിദ് അൻ-നബവിയെ അലങ്കരിക്കപ്പെട്ടു. ഖുർആൻ വചനങ്ങൾ താഴികക്കുടങ്ങളിൽ ആലേഖനം ചെയ്തു. കൂടെ ഇമാം ബുസ്രിയുടെ അൽ ബുർദ എന്ന കവിയും താഴികക്കുടങ്ങളിൽ ആലേഖനം ചെയ്തു. മിഹ്റാബ് ചുമരിൽ ഖുർആൻ ലിപികളുടെ ആകൃതിയിൽ തിളങ്ങുന്ന ഓടുകൾ പതിച്ചു. നിലത്ത് മാർബിൾ പാകി. പടിഞ്ഞാറെ ചുറ്റിനോട് ചേർന്ന് അൽ മജീദിയ എന്ന പേരിൽ 5-ാമത്തെ മിനാരവും പണിതുയർത്തി. മസ്ജിദ് അൻ-നബവിയെ 1932-ൽ സൗദി രാജഭരണത്തിന്റെ കീഴിലായ ശേഷമാണ് പ്രധാനപ്പെട്ട പല അലങ്കാരപ്പണികളും നടന്നത്. 1951-ൽ മസ്ജിദിന് ചുറ്റുമുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാൻ സൗദി രാജാവായ ഇബ്നു സൗദ് കൽപ്പന പുറപ്പെടുവിച്ചു. കിഴക്കും പടിഞ്ഞാറും കൂടുതൽ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. കോൺക്രീറ്റ് തൂണുകളും ആർച്ചുകളും നിർമ്മിച്ചു. പഴയ തൂണുകൾ കോൺക്രീറ്റ് കൊണ്ട് പൊതിയുകയും മുകൾ ഭാഗത്ത് ചെമ്പുവളയങ്ങൾ സ്ഥാപിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു. സുലൈമാനിയ, മജീദിയ എന്നീ മീനാരങ്ങൾ മംലൂക്ക് ഭരണകർത്താക്കളുടെ അഥവാ അടിമരാജവംശത്തിന്റെ ശൈലിയിൽ പുനർനിർമ്മിച്ചു. വടക്ക് കിഴക്കും വടക്കു പടിഞ്ഞാറും പുതിയ മിനാരങ്ങൾ പണിതു. പഴയ ഖുർആൻ പ്രതികളും മറ്റ് ഗ്രന്ഥങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി പടിഞ്ഞാറെ ചുമരിനോട് ചേർന്ന് ഒരു ഗ്രന്ഥശാലയും പണിതുയർത്തി. വർദ്ധിച്ചുവരുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയുള്ള താൽക്കാലിക നിർമ്മിതികൾ മസ്ജിദിന്റെ പടിഞ്ഞാറ് വശത്ത് പണിയാൻ 1973-ൽ സൗദി രാജാവായ ഫൈസൽ ഇബ്നു അബ്ദുൽ അസീസ് കൽപ്പന പുറപ്പെടുവിച്ചു. 1981-ൽ മസ്ജിദിന്റെ 5 ഇരട്ടിയോളം വരുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏറ്റവും അവസാനമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഫഹദ് രാജാവിന്റെ കാലത്താണ്. ഇദ്ദേഹത്തിന്റെ കാലത്തും മസ്ജിദ് കൂടുതൽ വിപുലീകരിക്കപ്പെട്ടു. തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി. മസ്ജിദിൽ 27 ചലിക്കുന്ന താഴികക്കുടങ്ങൾ സ്ഥാപിച്ചതും ഇദ്ദേഹമായി. മസ്ജിദ് അൻ-നബവിയുടെ ഹൃദയത്തിനാണ് റിയാദുൽ ജന്നത്ത് അഥവാ സ്വർഗത്തോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ റസൂലുള്ളാഹിയുടെ റൗള മുതൽ മിമ്പർ വരെയുള്ള വളരെ ചെറിയൊരു സ്ഥലമാണ് റിയാദുൽ ജന്നത്ത്. ഈ ജന്നത്ത് സന്ദർശിക്കാനാണ് തീർത്ഥാടകരിൽ അധികവും എത്തിച്ചേരുന്നത്.
കാരണം ഇവിടെ വെച്ചുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും തള്ളപ്പെടുകയില്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഭാഗത്തുള്ള പ്രവേശനം എല്ലാ സമയത്തും സാധ്യമല്ല, പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ. കാരണം 100 കണക്കിന് ആൾക്കാർ ഉൾക്കൊള്ളാൻ മാത്രമേ ഇവിടെ സൗകര്യമുള്ളൂ. സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പായാണ് റിയാദുൽ ജന്നത്ത് പരിഗണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. റസൂലുള്ള പറഞ്ഞു, എൻ്റെ വാസസ്ഥലത്തിനും മിമ്പറിനും ഇടയിലെ സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാണ്. സ്വർഗത്തിലെ എൻ്റെ ഹൗദൽ കൗസറിന് മുകളിലാണ് എൻ്റെ മിമ്പർ. സൗദി നിയമപാലകരാൽ നിയന്ത്രിക്കപ്പെടുന്ന വളരെ ചെറിയ 2 കവാടങ്ങളാണ് റൗലക്കുള്ളത്. ഇന്ന് മാർബിൾ പാകിയ നിലയിൽ കാണപ്പെടുന്ന മിമ്പർ ഉസ്മാനിയ ഖലീഫമാർ നിർമ്മിച്ചതാണ്. ഇന്ന് കാണപ്പെടുന്ന മിമ്പറിനേക്കാൾ എത്രയോ ചെറുതായിരുന്നു യഥാർത്ഥ മിമ്പർ. അത് നിർമ്മിച്ചത് ഈത്തപ്പനത്തടി കൊണ്ടാണ്, മാർബിൾ കൊണ്ടായിരുന്നില്ല. നമ്മുടെ റസൂലുള്ളാഹിയുടെ റൗല സന്ദർശിക്കുന്നവർ അവിടെ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 2 റക്അത്ത് നഫൽ നമസ്കരിക്കാൻ എപ്പോൾ തോന്നിയാലും അത് റൗലയുടെ അടുത്ത് വെച്ചായാൽ പ്രത്യേകം ഗുണം ചെയ്യുമെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മസ്ജിദ് നബവി മുഴുവനും വിരിച്ചിരിക്കുന്നത് ചുവന്ന പരവതാനിയാണ്. എന്നാൽ റൗലയിൽ മാത്രം പച്ച നിറത്തിലുള്ള പരവതാനി വിരിച്ചിരിക്കുന്നത് ഈ തോപ്പ് പ്രത്യേകം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. മസ്ജിദ് നബവിയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം റൗലയാണെന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നമ്മുടെ റസൂലുള്ളാഹിയുടെയും ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും ഖബറിടങ്ങളാണ് റൗലക്കകത്ത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 4മതൊരു ഖബർ കൂടി ഇവിടെ കാണപ്പെടുന്നു. ഇത് ഈസാ റസൂലിന് വേണ്ടിയാണെന്നും ഈസാ റസൂലിന്റെ 2ാം അവതരണത്തിന് ശേഷം ഇവിടെയാണ് ഖബറടക്കപ്പെടുക എന്നും വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ഇക്കാലത്ത് റൗലക്ക് മുകളിൽ കാണപ്പെടുന്ന കുബ്ബ നിർമ്മിച്ചത് 1817 ഉസ്മാനിയ ഖലീഫയായിരുന്ന സുൽത്താൻ മുഹമ്മദ് 2ാമനാണ്. ഇതിന് പച്ച നിറം പൂശിയത് 1839 നമ്മുടെ ഇക്കാലത്ത് 3 മിഹ്റാബുകൾ മസ്ജിദ് നബവിയിൽ കാണപ്പെടുന്നു. ഇവയിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ മദീനയിലെ ഇമാം ഉപയോഗിക്കുന്നത്. ഈത്തപ്പനത്തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട മിമ്പറിൽ നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ള സംസാരിച്ചിരുന്നത്. ക്രിസ്തുവർഷം 628 കൂടുതൽ ഉയരമുള്ള മിമ്പർ നിർമ്മിച്ചത്. ഇതിന് 3 അടിയോളം ഉയരവും 3 പടികളുമുണ്ടായിരുന്നു. ഉസ്മാനിയ സുൽത്താനായിരുന്ന മുറാദ് 3ാമൻ നിർമ്മിച്ച മിമ്പറാണ് ഇപ്പോൾ മസ്ജിദ് നബവിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 10 മിനാരങ്ങളാണ് മസ്ജിദ് നബവിയിലുള്ളത്. ഇവ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇവയിൽ ഏറ്റവും ഉയരമുള്ള 6 നിർമ്മിക്കപ്പെട്ടത് ഫഹദ് രാജാവിന്റെ ഭരണകാലത്താണ്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട 3 പുണ്യഭവനങ്ങളിൽ 2ാമത്തേതായ മസ്ജിദ് നബവിയെക്കുറിച്ചുള്ള ഹദീസുകൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, എൻ്റെ വാസസ്ഥലത്തിനും മിമ്പറിനുമിടയിലെ സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാണ്. സ്വർഗത്തിലെ എൻ്റെ ഹൗദൽ കൗസറിന് മുകളിലാണ് എൻ്റെ മിമ്പർ. അബൂ അൽ ദർദ് ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, മസ്ജിദ് അൽ ഹറമിലെ ഒരു സുജൂദ് മറ്റ് മസ്ജിദിലെ സുജൂദിനേക്കാൾ 100,000 ഇരട്ടി പുണ്യം നിറഞ്ഞതാണ്. എൻ്റെ പള്ളിയിലെ ഒരു സുജൂദ് മറ്റ് പള്ളിയിലേതിനേക്കാൾ 1000 ഇരട്ടി ഫലം ചെയ്യും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ചരിത്ര പഠനം ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് അനിവാര്യമായ ഒന്നാണ്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗതകാല ചരിത്രങ്ങളെ അഴവിറക്കലും ചരിത്ര സ്മാരകങ്ങളെ സന്ദർശിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്.
അതിൽ അതിപ്രധാനമർഹിക്കുന്ന ചരിത്ര സ്മാരകമാണ് മസ്ജിദുൻ നബവി. അതുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് മദീനത്തുർ റസൂൽ. ഒരു കാലത്ത് യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതോടുകൂടെ മദീനത്തുർ റസൂൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മദീനയിൽ വളരെ പ്രധാനമായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച രണ്ടാമത്തെ പള്ളിയാണ് ഈ പള്ളി. മൻ സ്വല്ല 40 സ്വലാത്തൻ ലാ തഫൂത്തുഹു സ്വലാത്തുൻ കുതത്ത് ലഹു ബറാഅത്തു മിനന്നാർ. 40 വഖത്ത് നിസ്കാരം ഈ പള്ളിയിൽ വെച്ച് ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നരകമോചനം അവന് എഴുതപ്പെടുമെന്ന്, വനജാത്തുൻ മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്നും, വാ ബുർഉൻ മിനൻ നിഫാഖ് കാപട്യത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കുമെന്നും ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതടിസ്ഥാനപ്പെടുത്തിയാണ് മദീനയിൽ പോകുന്ന ആളുകൾ 8 ദിവസം അവിടെ താമസിക്കുകയും അങ്ങനെ 40 വഖത്ത് നിസ്കാരത്തിൽ സംബന്ധിക്കുകയും ചെയ്യുന്നത്. ആ മസ്ജിദുൻ നബവിയെ ആദ്യകാല രൂപം നിങ്ങൾക്ക് ഈ ചിത്രീകരണത്തിലൂടെ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരികയും അങ്ങനെ ആദ്യമായി നിർമ്മിച്ച പള്ളിക്ക് ശേഷം രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ നിർമ്മിച്ച പള്ളിയാണ് ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൻ നബവി. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ച അൻസാരികളാകുന്ന സ്വഹാബ റസൂലുള്ളാഹി തങ്ങളെ അവരവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു പോകുന്നതിന് വേണ്ടി നബി തങ്ങൾ വന്നിരുന്ന ഒട്ടകത്തിൻ്റെ കാൽ പിടിച്ച് ഓരോരുത്തരും തിരക്കി വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കാണാം. ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറ. നിങ്ങൾ ആ ഒട്ടകത്തിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, അതിന് കൽപ്പന വരുന്നതാണ്, അത് അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ പ്രവർത്തിക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് മാനിച്ച് സ്വഹാബാ കിറാം തിരക്കിൽ നിന്ന് വിട്ടുനിന്നു. ഒട്ടകം മുന്നോട്ട് നീങ്ങി. അത് മുട്ടുകുത്തിയത് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീടിന് മുമ്പിലായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദൽ മൻസിൽ ഇൻഷാ അല്ലാഹ്, ഇതാണ് അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥലം. റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇറങ്ങുകയും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിഥിയായി അവിടെ കഴിയുകയും ചെയ്യുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഒട്ടകം മുട്ടുകുത്തിയ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന സുഹൈൽ എന്ന 2 യതീം കുട്ടികൾ, അവരുടെ സ്ഥലം റസൂലുള്ളാഹി തങ്ങൾ അത് വിലക്ക് വാങ്ങുകയും ഫ്രീ ആയി വിട്ടുകൊടുക്കാമെന്ന അവരുടെ അഭ്യർത്ഥന അത് റസൂലുള്ളാഹി തങ്ങൾ സന്തോഷത്തോടുകൂടെ നിരസിച്ച് യതീമക്കളാണെന്ന പരിഗണനയിൽ അതിന് വില കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. 10 ദീനാർ സ്വർണ്ണ നാണയമായിരുന്നു അതിന് വിലയായി നൽകിയത്. തൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സ്ഥലത്തിൻ്റെ വില നൽകി 2 യതീമക്കൾക്കായി വീതിച്ചു കൊടുത്തത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുറ്റിയടിച്ച് തുടങ്ങിയ ആ പള്ളിക്ക് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു കിബലയായി നിശ്ചയിച്ചു വെച്ചത്. 3 വാതിലുകൾ, തെക്കുഭാഗത്ത് ഒരു വാതിലും പടിഞ്ഞാറ് ഭാഗത്ത് ബാബുർ റഹ്മ എന്ന പേരിൽ ഒരു വാതിലും, കിഴക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടന്നു വരാൻ സൗകര്യത്തിനായി ഒരു വാതിലും, അങ്ങനെ 3 വാതിലുകളാണ് റസൂലുള്ളാഹി തങ്ങൾ നിർമ്മിച്ചിരുന്ന ആ പള്ളിക്ക് ഉണ്ടായത്. റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി ഒരു കല്ല് വെക്കുകയും ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കല്ല് വെക്കുകയും പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കല്ല് വെക്കുകയും പിന്നീട് ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം ഓരോരുത്തരും വന്ന് ശ്രമദാനമായിട്ടാണ് ഈ പള്ളിയുടെ പണി പരിപൂർണമായി പൂർത്തിയാക്കിയത്. 2 പാർശ്വഭാഗങ്ങളും
വാതിലിൻ്റെ സൈഡിൽ കല്ലുകൊണ്ടായിരുന്നു അന്ന് നിർമ്മിച്ചിരുന്നത്. പരിപൂർണമായും മേൽക്കൂര ഇല്ലാതിരുന്ന ആ പള്ളിക്ക് മിഹ്റാബോ മുനാരമോ അന്ന് പ്രത്യേകമായി സംവിധാനിച്ചിരുന്നില്ല. പ്രസ്തുത പള്ളി, ആ പള്ളിയുടെ പുറകുഭാഗത്തായി വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു ചെറിയ പന്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിക്കുകയും റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരുന്ന് അതിന് ചുറ്റുഭാഗത്തുമായി വിദേശികളായ മുതല്ലിമീങ്ങൾ, ബഹുമാനപ്പെട്ട മുഹാജിറുകളും മറ്റുമൊക്കെ ഇരിപ്പ് ഉറപ്പിക്കുകയും അങ്ങനെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്ത് വെച്ച് അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന ആ മത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് സുഫത്തിൻ്റെ അഹ്ലുക്കാർ എന്ന് നാമനിർദ്ദേശം നൽകപ്പെട്ടിരുന്നത്. ആ മതപാഠശാലയിലെ വിദേശികളായ വിദ്യാർത്ഥികൾ വൈകുന്നേരം വരെ മതപഠനം നടത്തുകയും വൈകുന്നേരത്ത് ബഹുമാനപ്പെട്ട അൻസ്വാരികളാകുന്ന സ്വഹാബത്ത് വീട്ടിലേക്ക് പോകുന്ന സമയം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കുമായി 1-2 ആളുകളെ അവരെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ തോതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതല്ലിമീങ്ങളെ വീതിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഹിജറ വന്ന മുഹാജിറുകളാകുന്ന സ്വഹാബത്തിന് സ്വദേശികളാകുന്ന അൻസാറുകൾ അവരെ പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ മുന്നോട്ട് പോയത്. 1 മാസം അല്ലെങ്കിൽ 7 മാസം, ഒരഭിപ്രായപ്രകാരം 16 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിർമ്മിച്ച പള്ളിയിൽ ബൈത്തുൽ മുഖദ്ദസ് അത് ഖിബലയാക്കിയിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. ശേഷം നിസ്കാരത്തിനിടയിൽ തന്നെ ഖിബല മാറ്റപ്പെട്ട വിവരം റസൂലുള്ളാഹി തങ്ങളുടെ താല്പര്യപ്രകാരം റസൂലുള്ളാഹി തങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റം നടത്തപ്പെട്ടപ്പോൾ ഈ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ദർസ് നടത്തുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ നിർമ്മിച്ചിരുന്ന ആ പന്തൽ അത് തെക്കിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ തന്നെ മാറ്റി പണിയുകയായിരുന്നു. പള്ളിയുടെ പിൻഭാഗത്തുണ്ടായിരുന്ന വാതിൽ അതോടുകൂടെ അടയ്ക്കുകയും പകരം വടക്കു ഭാഗത്ത് വാതിൽ പ്രത്യേകമായി തുറന്ന് വെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യപ്രകാരമായിരുന്നു ഈ പ്രവർത്തനം ചെയ്തിരുന്നത്. 1.5 മീറ്റർ ഏകദേശം ആഴത്തിൽ തറ കീറി കല്ലിൽ പടുക്കുകയും അങ്ങനെ തൂണുകൾ നിർമ്മിച്ച് ഈന്തപ്പനയുടെ തൂണുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരുന്ന ആ അന്നത്തെ പള്ളിക്ക് ഉണ്ടായിരുന്ന ഹൈറ്റ് ഏകദേശം ഒരാളുടെ അത്ര 2.5 മീറ്റർ നീളം മാത്രമേ അന്ന് പള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് ഈന്തപ്പനയുടെ പട്ടയും കമ്പുകളും അത് നിരത്തി വെക്കുകയും അതിന് മുകളിലായി മണ്ണ് പൂശുകയും ചെയ്തിരുന്ന രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച ആ പള്ളി ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഹിജറ 7-ാം വർഷം ഖൈബർ യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും തിരിച്ചു വന്നപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ആദ്യമായി ഉണ്ടാക്കിയ പള്ളിയുടെ വിസ്തീർണം മതിയാകാതെ വരികയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് സ്വഹാബത്ത് അല്പം ഒന്ന് വിശാലമാക്കിയാലോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് അത് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ പരിസരത്ത് നിന്ന് അല്പം കൂടെ ഭൂമി റസൂലുള്ളാഹി തങ്ങൾ വിലക്ക് എടുക്കുകയായിരുന്നു. ആരാണ് അള്ളാഹുവിൻ്റെ പള്ളി വിശാലമാക്കാൻ ഭൂമി കാശ് കൊടുത്തു വാങ്ങുന്നുവെങ്കിൽ സുഖലോക സ്വർഗത്തിൽ അവർക്ക് സ്ഥലം നൽകാമെന്ന വാഗ്ദാന പ്രകാരം സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കാശ് മുടക്കിയാണ് സ്ഥലം വാങ്ങിയിരുന്നത്. അങ്ങനെ പടിഞ്ഞാറും വടക്കും ഭാഗം അല്പം കൂടെ ഈ പള്ളിയിലേക്ക് കൂട്ടിയെടുത്തു. തെക്ക് വടക്ക് ഒരു 50 മീറ്ററും കിഴക്ക് പടിഞ്ഞാറ് 45 മീറ്ററും അങ്ങനെ ഏകദേശം ഒരു സമചതുരത്തിൽ ആയിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ആ രണ്ടാമത് എടുപ്പിച്ചിരുന്ന പള്ളിയുടെ രൂപം വന്നിരുന്നത്. അപ്പോഴേക്കും പള്ളി വിശാലമായതുകൊണ്ട് തന്നെ അതിനുള്ളിലെ തൂണുകൾക്കും കൂടെ എണ്ണം കൂടിക്കഴിഞ്ഞിരുന്നു.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച ആ പള്ളികൾക്ക് അപ്പോഴേക്കും 9 തൂണുകളായിരുന്നു ഉണ്ടായിരുന്നത്. മേൽക്കൂര ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥലം ആ പഴയകാല പള്ളി കാണുമ്പോൾ നമുക്ക് ശരിക്കും ബോധ്യപ്പെടുന്നതാണ്. ഹിജറ വർഷം 9 കൂടെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ വക സംഭാവനയായി വിളക്കും എണ്ണയും പള്ളിയിലേക്ക് കൊണ്ടുവരികയും ആ മദീന പള്ളിയിലേക്കകത്ത് സ്ഥാപിച്ചിരുന്ന ഈന്തപ്പനയുടെ തൂണുകൾ, ആ തൂണിൽ തന്നെ ഈ വിളക്ക് ബന്ധിച്ച് അതിൽ എണ്ണ ഒഴിച്ച് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു അതിനകത്ത് ഇബാദത്തെടുക്കുന്ന ആളുകൾക്ക് വിളക്ക് കത്തിച്ചപ്പോൾ പ്രോത്സാഹനമെന്നോണം റസൂലുള്ളാഹി തങ്ങൾ ആ മഹാനായ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് ചരിത്രത്തിൽ കാണാം. നവ്വർത മസ്ജിദന നവ്വറല്ലാഹു അലൈക്, നമ്മുടെ പള്ളിയെ പ്രഭാപൂരിതമാക്കിയ നിനക്ക് സർവ്വവിധ ഭാവുകങ്ങളും പ്രകാശവും അള്ളാഹു ചൊരിയട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭാഗ്യവാനായ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പ്രസ്തുത പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു പഴയ ഈന്തപ്പനയുടെ മുട്ടി, അത് ചെറിയ ഈന്തപ്പനയുടെ ഒരു തൂണ്, ആ തൂണിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തിയിരുന്നത്. ആളുകൾ വർദ്ധിച്ചു വന്നു, പള്ളി പ്രവിശാലമായി. അകലെ നിൽക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ശരിക്കും ഒന്ന് ദർശിക്കണമെങ്കിൽ അല്പം ഉയരത്തിൽ നിൽക്കണമെന്ന അവസ്ഥ റസൂലുള്ളാഹി തങ്ങൾക്ക് വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയുടെ 2 മക്കൾ ആശാരിപ്പണി എടുക്കുന്ന, മരപ്പണി എടുക്കുന്ന ആളുകളായിരുന്നു. ആ ഉമ്മയോട് വിളിച്ച് ഒരു പ്രസംഗപീഠം നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ആ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം മരപ്പണി എടുക്കുന്ന തൻ്റെ മക്കൾ നിർമ്മിച്ച ഒരു മിമ്പർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് 2 സ്റ്റെപ്പുകൾ ഉള്ള, 3ാമത്തെ സ്റ്റെപ്പ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മിമ്പർ സംവിധാനിക്കുകയും ആ മിമ്പർ വന്നതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ ഈ മിമ്പറിൽ കയറി ആവുകയും ചെയ്തു. ചരിത്രം ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതാണ്. പിന്നീട് ഉണ്ടായ തീപിടുത്തത്തിൽ ഈ മിമ്പറിന്റെ ഭാഗങ്ങളൊക്കെ നശിച്ചു എന്നത് ശേഷം ഇൻഷാ അല്ലാഹ് പ്രതിപാദിക്കാൻ പോകുന്നത് കൊണ്ട് അവിടെ വെച്ച് നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ വീണ്ടും മുസ്ലിങ്ങൾ വർദ്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഈ പള്ളിയുടെ 3 ഘട്ടമായി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് നിർമ്മിച്ചിരുന്ന ഈ പള്ളി പിന്നീട് അത് ആ കാലഘട്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് ശേഷം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഒന്നുകൂടെ വർദ്ധിച്ചു വന്നപ്പോഴാണ് അത് ഒന്നുകൂടെ വിശാലമായി പരിസരത്തൊക്കെ സ്വഹാബാക്കിറാമിൻ്റെ അഥവാ മുഹാജിറുകളുടെ അൻസാറുകളുടെയും ഒക്കെ വീടുകളും അതേപോലെ തന്നെ അവരുടെ സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവകൾ കാശ് കൊടുത്തു വാങ്ങിയും അതേപോലെ തന്നെ വിലക്കു വാങ്ങിയും എല്ലാം വളരെ വിശാലമാക്കി ഈ പള്ളി പുനർനിർമ്മിച്ചിട്ടുണ്ട്. പടിഞ്ഞാറും വടക്കും തെക്കും ആയിരുന്നു, ഈ 3 ഭാഗങ്ങളിലായിരുന്നു അന്ന് വിശാലമാക്കൽ. പ്രത്യേകിച്ചും അന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവരുടെ വീടുകൾ ഒരു ഭാഗത്തുള്ളത് കൊണ്ട് അത് സ്പർശിക്കാതെയായിരുന്നു ഈ പള്ളിയുടെ മുഴുവനും വിശാലമാക്കലല്ല. 5.5 മീറ്റർ ഉയരത്തിൽ റൂഫ് നിർമ്മിക്കുകയും അടിഭാഗത്ത് ചെരക്കല്ല് വിരിച്ച് 3 വാതിലുകൾ കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. വടക്ക് ഒരു വാതിലും പടിഞ്ഞാറ് മറ്റൊരു വാതിലും ബാബുസലാം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും അത് ആ പേരിൽ തന്നെ നിലനിൽക്കുകയാണ്. കിഴക്ക് ബാബു ജിബ്രീൽ എന്ന മറ്റൊരു വാതിലും കൂടെ നിർമ്മിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഏകദേശം 1.5 മീറ്റർ ഉയരത്തിൽ പാരപ്പറ്റ് കെട്ടിയതും ആ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പിന്നീട് ചരിത്രം മാറി വന്നു, മുസ്ലിങ്ങൾ വർദ്ധിച്ചു. ഭരണം ബഹുമാനപ്പെട്ട സയ്യിദന
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരങ്ങളിൽ എത്തി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ 4ാമത്തെ വർഷം മുസ്ലിങ്ങൾ ഖലീഫയോട് വന്ന് പള്ളി വിശാലമാക്കലിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്തു. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ പല സമയത്തായി മുസ്ലിങ്ങൾ വർദ്ധിച്ചതനുസരിച്ച് വിശാലമാക്കിയത് നാം കണ്ടു കഴിഞ്ഞു. ശേഷം ഭരണം നടത്തിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം ഭരണപ്രദേശങ്ങൾ വിശാലമാവുകയും മുസ്ലിങ്ങൾ വിശാലമാവുകയും ചെയ്തപ്പോൾ ഒന്നുകൂടെ പള്ളി വിശാലമാക്കിയതും നാം കണ്ടു. ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് വിശാലമാക്കണമെന്ന് ആവശ്യമുന്നയിക്കുകയും തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിശാലമാക്കാൻ സമ്മതം കൊടുക്കുകയും ചെയ്തു. സ്ഥലപരമായി അധികമൊന്നും വിശാലതപ്പെടുത്തിയിട്ടില്ലെങ്കിലും കാര്യമായ മാറ്റങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പള്ളിക്ക് വരുത്തിയിട്ടുണ്ട്. ഈന്തപ്പനയുടെ തൂണുകൾക്ക് പകരം മരത്തിൻ്റെ കല്ലിൻ്റെ തൂണുകൾ നിർമ്മിക്കുകയും അതേപോലെ ഇരുമ്പടക്കമുള്ള മറ്റ് വിവിധ ലോഹങ്ങൾ കൂട്ടി ഉള്ള വിപുലീകരണ പ്രവർത്തനമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. കല്ലുകൊണ്ട് തൂണുകൾ നിർമ്മിച്ച ഈ പള്ളിയുടെ മേൽക്കൂര തേക്കിൻ തടി ഉപയോഗിച്ച് അതിന് മച്ച് റൂഫ് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ വിശാലമാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഇതിന് കൊഴുപ്പും ഭംഗിയും കൂട്ടുന്നതിന് വേണ്ടി അതോടൊപ്പം ഉറപ്പും കൂടെ കിട്ടുന്നതിന് വേണ്ടി ചുണ്ണാമ്പും കുമ്മായവും ഉപയോഗിച്ചുകൊണ്ട് ചുമരുകൾ ക്ലീനാക്കിയത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്തായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആദ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി നിർമ്മിച്ച് പിന്നീട് മണ്ണ് പൂശി പാകി കാണിച്ചതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചുണ്ണാമ്പും കുമ്മായവും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ ചുമരുകളൊക്കെ ഭംഗിയാക്കിയത്. അപ്പോഴും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹുന്നയുടെ വീടുകൾ റൂമുകൾ അതൊന്നും ചെയ്യാതെ മുൻഗാമികളെ പോലെ ആ ഭാഗം വിശാലമാക്കാതെ അങ്ങനെ തന്നെ അത് നിലനിർത്തുകയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പള്ളിയുടെ വിപുലീകരണം. പിന്നീട് ഹിജ്റ 88 ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ റോം ചക്രവർത്തിക്ക് വലീദ് ഒരു കത്ത് എഴുതി. ആ കത്തിൻ്റെ വരികൾ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇന്നാ നുരീദു അൻ നുഅമ്മിറ മസ്ജിദ നബിയ്യനാ അൽ ആമ്മ ഫഅഇന്നാ ഫീഹി ബിഉമ്മാലിൻ വഫുസൈഫിസാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മസ്ജിദുൻ നബവി അതൊന്നുകൂടെ വിശാലമാക്കി പണിയാൻ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മോഡിഫൈ ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നു. ആവശ്യമായ മെറ്റീരിയൽസുകളും ആവശ്യമായ തൊഴിലാളികളെയും അയച്ചു തന്ന് സഹകരിക്കണമെന്ന അഭ്യർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അങ്ങനെ മദീനയിലെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ഹിജ്റ 88 പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനം വീണ്ടും തുടങ്ങുകയാണ്. താൻ പറഞ്ഞു വിട്ട 20 ചില്ലാനം തൊഴിലാളികളും അതേപോലെ മെറ്റീരിയൽസുകളും ഉപയോഗപ്പെടുത്തി ആ പള്ളി വിപുലമായി തന്നെ വീണ്ടും പുനർനിർമ്മാണം നടത്തിയത് നമുക്ക് വ്യക്തമായി പള്ളിയുടെ രൂപത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എടുപ്പുകളുമൊന്നും അറബികൾക്ക് പരിചിതമായിരുന്നില്ല. ഇസ്ലാമിൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ റസൂലുള്ളാഹി തങ്ങളുടെ കടന്നുവരവോടുകൂടെ സാംസ്കാരികമായ മതപരമായ മാറ്റങ്ങൾക്കൊപ്പം നിർമ്മാണ രംഗത്തും കൂടെ നല്ല ഒരു മാറ്റം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പ്രാവശ്യം മാറ്റി മാറ്റി വിശാലമാക്കിയ പള്ളി ഉമർ റളിയല്ലാഹു തആല അൻഹു വിശാലമാക്കുകയും പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല വിശാലമാക്കുകയും പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് അന്ന് പണി കഴിപ്പിച്ച കൂട്ടത്തിൽ
മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമും കൂട്ടത്തിൽ മസ്ജിദുൽ നബവിയും, അങ്ങനെ 3 പണി കഴിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കൊത്തുപണികളും അതേപോലെ തന്നെ കല്ല് വിരിച്ച വൃത്തിയുള്ള തറകളും പ്രത്യേകമായ കല്ലുകൾ കൊണ്ട് പാകിയ ചുമരുകളും അതേപോലെ മരം ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയിലുണ്ടാക്കിയ മേൽക്കൂരകളും പ്രത്യേകിച്ച് തേക്ക് കൊണ്ട് ഉപയോഗപ്പെടുത്തി തൂണുകളും റൂഫുമൊക്കെ നിർമ്മിച്ചതുമൊക്കെ വ്യക്തമായി നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ 4 ഭാഗം കല്ലുകൾ പാകിയ ചുമരുകൾ നിർമ്മിക്കുകയും വാതിലുകൾ ഇല്ലെങ്കിലും ജനലുകൾ ആ സ്ഥാനത്ത് സ്ഥാപിക്കുകയുമൊക്കെ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായി ദർശിക്കാൻ കഴിയുന്നതാണ്. സത്യത്തിൽ വലീദിന്റെ ഈ വികസനം അത് ഭരണരംഗത്ത് നിർമ്മാണ രംഗത്തുള്ള മറ്റു പല വികസനങ്ങളുടെ കൂട്ടത്തിൽ ഈ പള്ളിയുടെ വികസനം കൂടെ നടന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത്. ഹജ്റത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ അതും കൂടെ പള്ളിയിൽ കൂട്ടാനുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ പള്ളി ഒന്നുകൂടെ വിശാലമാവുകയും ചെയ്യുകയാണ്. പിന്നീട് ഹിജ്റ 160 മഹ്ദി ഭരണമേറ്റ കാലഘട്ടമാണ്. അദ്ദേഹം മദീനയിലെ റൗള ഷരീഫ് സിയാറത്തിന് വേണ്ടി വന്നപ്പോൾ അന്നത്തെ മദീന പള്ളിയുടെ അവസ്ഥ കാണുകയും എന്തായിരുന്നാലും ഇനി ഇവിടെ മാറ്റലുകളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളും ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അബ്ദുൽ മലിക്കിനെയും അബ്ദുല്ലാ ബിൻ ആസിമിന് അംറുബിൻ അബ്ദുൽ അസീസിനെയും ഈ പള്ളിയുടെ ആവശ്യമായ പണികൾക്ക് ഏൽപ്പിക്കുകയും വിശാലമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വടക്ക് മാത്രം വിശാലമാക്കി സ്ഥലം പലരിൽ നിന്നും കാശ് കൊടുത്തു വാങ്ങി പള്ളിയിൽ ഉൾപ്പെടുത്തുകയും മുലൈക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അതുപോലെ ശുറഹിബിന് ഹുസൈൻ തുടങ്ങിയുള്ള ആളുകളിൽ നിന്ന് പലരിൽ നിന്നുമായി വിലക്കു വാങ്ങി നല്ല ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടെയാണ് ഈ പള്ളി വളരെ വിശാലമായി പുനർനിർമ്മാണം നടത്തുന്നത്. 24 വാതിലുകൾ സ്ഥാപിച്ചത് ഈ പുനർനിർമ്മാണ വേളയിൽ ആയിരുന്നു. ആദ്യമായി ഭരണകർത്താക്കൾക്ക് വരുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒരു വാതിൽ നിർമ്മിച്ചതും സുൽത്താന് തൻ്റെ ആസ്ഥാനത്തേക്ക് പുറപ്പെടാൻ ഒരു വാതിൽ സംവിധാനിച്ചതും അതേപോലെ തന്നെ പുതിയ വിളക്കുകളും കനാദീലുകളുമൊക്കെ സ്ഥാപിച്ചതുമൊക്കെ ഈ പുനരുദ്ധാന പ്രവർത്തനത്തിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അബ്ബാസി ഭരണത്തിൻ്റെ പതനത്തിന് ശേഷം മിസ്ർ ആസ്ഥാനമായി ഭരിക്കുന്ന സുൽത്താൻമാരുടെ ഉത്തരവാദിത്വത്തിലായി പിന്നീട് മസ്ജിദുൻ നബവിയും അതേപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും മറ്റു സ്ഥാപനങ്ങളുമൊക്കെ. ഹിജ്റ 1654 റമദാൻ മാസത്തിൽ മസ്ജിദുൻ നബവിയിൽ നടന്ന അതിശക്തമായ ഒരു തീപിടുത്തം, പള്ളിക്ക് ഖിദ്മത്തെടുത്തിരുന്ന സേവകന്മാർ അവരുടെ അശ്രദ്ധ കാരണം രാത്രി വിളക്കിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയും അങ്ങനെ പള്ളിയുടെ മേൽക്കൂരയും മിമ്പറും ഖജാനയും അടക്കം വാതിലുകൾ അടക്കം മൊത്തവും കത്തി നശിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ഹുജറ ഷരീഫ് അതിന് മാത്രം യാതൊരു കേടുപാടും സംഭവിച്ചില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പറടക്കമുള്ള വാതിലടക്കമുള്ള മേൽക്കൂരയടക്കമുള്ള പലതും കത്തി നശിച്ചു. അമീറും നാട്ടുകാരുമൊക്കെ രംഗത്തിറങ്ങി അങ്ങനെ ആ തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിക്കത്തി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അടിയിലെ തൂണും മറ്റുമൊക്കെ കത്തി നശിച്ചപ്പോൾ മുകൾ ഭാഗം റൂഫ് മൊത്തം അടർന്നു വീണു. ഇതിനെ തുടർന്ന് ഹുജറ ഷരീഫിൻ്റെ ചുമരുകളും അതേപോലെ തന്നെ പള്ളിയുടെ മേൽക്കൂരയടക്കമുള്ള എല്ലാം മൊത്തത്തിൽ മാറ്റി പണിയേണ്ടി വന്നു. കിഴക്ക് ബാബു ജിബ്രീൽ വരെ, പടിഞ്ഞാറ് മിമ്പർ വരെ, തെക്ക് കിബിലയുടെ ചുമർ വരെ മൊത്തം മാറ്റി പണിയുകയായിരുന്നു. ഹിജ്റ 655 നൂർദീൻ ഇബ്നു ഇസുദ്ദീൻ അൽ ഐബക്
സൈഫുദ്ദീൻ ഖുദുസ്, ഖൈബറസ് അൽ ബന്ദക്താദി തുടങ്ങിയ ആളുകൾ ഈ പള്ളിയുടെ പുനരുദ്ധാന പ്രവർത്തനം നടത്തി. ഏകദേശം 3.5 മീറ്റർ ഉയരത്തിൽ ഈ റസൂലുള്ളാഹി തങ്ങളുടെ ഹുജറ ഷരീഫ് അവിടെ പ്രത്യേക നിർമ്മാണങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ പ്രത്യേകമായി 3 വാതിലുകൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ബൈത്ത് ഫാത്തിമ, ബൈത്ത് ആയിഷ, അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ്, ഇതിൻ്റെ മുകളിൽ കുബ്ബ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ചരിത്ര പണ്ഡിതൻ ഇമാം സുംഹൂദി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് മരവും ലോഹങ്ങളും കൊണ്ട് നിർമ്മിച്ച കുബ്ബ, ആ കുബ്ബക്ക് പ്രത്യേകമായ ജനലുകളും കൂടെ നിർമ്മിച്ചിരുന്നു. ഈയം കൊണ്ട് ഉരുക്കപ്പെട്ടുകൊണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത്. ഇന്ന് നാം മുകൾ ഭാഗത്ത് കാണുന്ന കുബ്ബക്ക് പുറമെ മറ്റൊരു കുബ്ബയും കൂടെ ഉൾഭാഗത്ത് വ്യക്തമായി ഉണ്ട് എന്ന് ചരിത്ര രേഖകൾ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഹിജ്റ 786 മസ്ജിദുൻ നബവിയിൽ രണ്ടാമതുമൊരു തീപിടുത്തം സംഭവിച്ചു. റമദാനിൽ ഉള്ള ഈ തീപിടുത്തത്തിൽ മൊത്തം പള്ളിയുടെ റൂഫും ചുമരുമടക്കം മൊത്തം കരിഞ്ഞു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മദീന പള്ളിയിൽ കാണുന്ന മിമ്പർ, ആ മിമ്പറിൻ്റെ സ്ഥാനത്തായിരുന്നു റസൂലുള്ളാഹി തആല മിമ്പർ ഉണ്ടായിരുന്നത്. പക്ഷേ പൂർണ്ണമായും ഈ തീപിടുത്തത്തോടു കൂടെ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും കരിഞ്ഞ് നാമാവശേഷമാവുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കുബ്ബ ഒഴികെ ബാക്കിയെല്ലാം കരിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ബാക്കി മേൽക്കൂരയിൽ നിന്ന് അല്പം വീഴാൻ അടുത്ത് അടർന്ന് നിൽക്കുകയും അതും കൂടെ മൊത്തത്തിൽ പൊളിച്ചു മാറ്റേണ്ട അന്തരീക്ഷം സംജാതമാവുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് പള്ളിയുടെ പണി തുടങ്ങുകയും 400 ജോലിക്കാർ ഒരുമിച്ച്, ആ കൂട്ടത്തിൽ മരപ്പണിക്കാരും തേപ്പ് പണിക്കാരും കൊത്തുപണിക്കാരും പടവുകാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ആയിരുന്നു പണി നടന്നിരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫും മറ്റുമൊക്കെ മൂടപ്പെട്ട് കിടക്കുകയും ബാക്കി മുഴുവനും പണി വളരെ പെട്ടെന്ന് തീർക്കുകയും ചെയ്തു. 2 വർഷം എടുത്ത് പണി തീർത്ത് 11.5 മീറ്റർ ഹൈറ്റിൽ ഹിജ്റ 788 ഈ പള്ളിയുടെ പണി വളരെ വിപുലമായ രീതിയിൽ പുനരുദ്ധാന പ്രവർത്തനം നടത്തുകയായിരുന്നു. പിന്നീട് ഹിജ്റ 1263 അബ്ദുൽ മജീദ്, ഉസ്മാനി ഖലീഫയായ അബ്ദുൽ മജീദ് ഏകദേശം തകർച്ചയോടടുത്തുകൊണ്ടിരുന്ന പള്ളി കാലപ്പഴക്കം കാരണം ജീർണന സംഭവിച്ചപ്പോൾ മദീന നിവാസികളുമായി ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് അതിവിപുലമായ രീതിയിൽ വിപുലീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തു. 12 വർഷം നീണ്ടുനിന്ന ഈ പുതുക്കൽ പരിപാടി ഏകദേശം 10,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലായിരുന്നു ഈ പള്ളിയുടെ വിപുലീകരണം അന്ന് നടന്നിരുന്നത്. ശേഷം പിന്നീട് പറയത്തക്ക രീതിയിൽ വിപുലീകരണം നടക്കുന്നത് സൗദി ഭരണത്തിൻ്റെ തുടക്കത്തോടു കൂടെയാണ്. വർഷം തോറും ആളുകൾ സിയാറത്തിന് വരുന്നത് കൂടുകയും മദീന പള്ളിയിലെ ജമാഅത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഞെരുക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നത് അന്നത്തെ ഭരണം നടത്തിയിരുന്ന കിങ് അബ്ദുൽ അസീസ് അസ്ഊദി നേർക്ക് തന്നെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അതോടൊപ്പം ചുമരിൽ ചില വിള്ളലുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം വിശാലമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 7 വർഷം നീണ്ടുനിന്ന ഈ പുനരുദ്ധാന പ്രവർത്തനം ഹിജ്റ 1368 തുടക്കം കുറിച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന ഈ പള്ളി കിങ് അബ്ദുൽ അസീസിൻ്റെ പുനരുദ്ധാന പ്രവർത്തനം 7 വർഷം നടന്നപ്പോൾ അത് 16,000 ആയി മാറുകയും 1,00,000 പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. സൗദി ഭരണകൂടത്തിൻ്റെ 1ാം ഘട്ട വികസന പ്രവർത്തനമായിരുന്നു ഇത്. പിന്നീട് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് ഭരണരംഗത്ത് വന്നതോടുകൂടെയാണ് ഈ പള്ളിയുടെ 2ാം ഘട്ട വികസനം ആരംഭിക്കുന്നത്. പടിഞ്ഞാറ്
കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയും 40,000 ചതുരശ്ര കിലോമീറ്ററിൽ ഇതിൻ്റെ ഈ വിപുലീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തു. 1393 ഈ പ്രവർത്തനം നടന്നത്. 2 ലക്ഷം പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ സംവിധാനം. പിന്നീട് മലിക് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രംഗത്ത് വന്നപ്പോൾ 43,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഇത് ഒന്നുകൂടെ പുതുക്കുകയും ഹിജറ 1397 വർഷത്തിൽ ഏകദേശം 1,00,000 മീറ്റർ ചതുരത്തിൽ ഇതൊന്നുകൂടെ വിപുലീകരിക്കുകയും ചെയ്തു. പിന്നീട് 1405 മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പണി ആരംഭിക്കുകയും ഹിജറ 1414 പണി തീരുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 9 വർഷവും 9 മാസവും എടുത്ത് പണി കഴിച്ചപ്പോൾ ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിപുലമായ രീതിയിൽ തന്നെ ഈ പള്ളിയുടെ പണി കഴിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അറിയപ്പെട്ട വിവിധ രാഷ്ട്രങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിവിധ വസ്തുക്കളാണ് ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. 30 ബില്യൺ സൗദിയുടെ റിയാലാണ് ഇതിനു വേണ്ടി ചിലവഴിച്ചത്. എസികളും അതേപോലെ തന്നെ വിപുലമായ ഹമ്മാമാത്തുകളും ഹൗലുകളും ഒതു ചെയ്യാനുള്ള സൗകര്യങ്ങളും മൂത്രപ്പുരകളും അതേപോലെ തുടങ്ങി വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങളും തുടങ്ങിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അത് വിവിധങ്ങളായ ഫ്രാൻസ് അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിർമ്മിച്ച സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. പ്രത്യേകമായ ഗ്രാനൈറ്റും മാർബിളുമാണ് ഇതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത്. 86 വാതിലുകൾ ഇതിന് സ്ഥാപിച്ചിട്ടുണ്ട്. 4500 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യവും ഇതിൽ ഏർപ്പെടുത്തിയതോടൊപ്പം അത്യത്ഭുതകരമായ രീതിയിൽ 27 ചലിക്കുന്ന കുബ്ബകൾ, വെയിലും മഞ്ഞും അനുസരിച്ച് ചലിക്കുന്ന കുബ്ബകളും കൂടെ ബഹുമാനപ്പെട്ട മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസിന്റെ നിർമ്മിതികളാണ്. ശേഷം മലിക് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹവും ഒരുപാട് പറയത്തക്ക കാലികമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ രൂപങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നതാണ്.